ലോകത്തെ കഥയറിയാതെ ജീവിതത്തിൽ കഥയറിയാതെ ഒന്നിച്ചൊരു 100 ദിവസം ബിഗ് ബോസ് വീഴുന്നവനാരായോ രാഗകളിൽ വിജയിക്കുന്നവനാരായോ ബിഗ് ബോസ്. ഹായ് ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോഴും പറയണ്ട, നമ്മുടെ ചാനലിനെയും നമ്മുടെ യൂട്യൂബ് ചാനലിനെയും ഇതുവരെ ആരും സപ്പോർട്ട് ചെയ്തു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ഇതും ദയവ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാവണം. സപ്പോർട്ടിങ് ഇല്ലാതെ ഒരാൾക്കും ഒരു വിജയവും ഉണ്ടാകാൻ പോകുന്നു. അതുപോലെ തന്നെയാണ് ഇൻഫ്ലുവൻസറായി ചെറിയ തോതിൽ വരുന്നവരുടെ അവസ്ഥ. ബിഗ് ബോസ് സീസൺ 6 വിഷയവുമായി നമ്മൾ 15ാം എപ്പിസോഡ്, അതായത് 3ാമത്തെ വീക്ക് കിടക്കാൻ പോകുന്ന ആദ്യത്തെ എപ്പിസോഡ്. ലാലേട്ടൻ ഞായറാഴ്ച വന്നു, ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് ലൈവിൽ നടക്കുന്ന അപ്ഡേറ്റും ഒഫീഷ്യലായി പറയേണ്ട മറ്റൊരു കാര്യവുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 2 പേരാണ്, ഒന്ന് സിജോ, ഒന്ന് റോക്കി. റോക്കിയും സിജുവുമായി ഒരു ഒരസലുണ്ടായിരുന്നു. ഇന്നലെ എവിഷൻ എപ്പിസോഡ് തീരുന്നതിന് ശേഷം തന്നെ ബിഗ് ബോസിൽ നിന്ന് സിജോവും റോക്കിയും തമ്മിൽ ഒരു വേർപാടിൻ്റെ ഒരസൽ നമ്മൾ കണ്ടതാണ്. അറേസിങ്ങുമായി റോക്കി വളരെ പവർഫുള്ളായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 15ാമത്തെ എപ്പിസോഡിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തെറ്റ് ലൈവിലൂടെ ചെയ്ത ഒരു അതിക്രമമാണ്. ഒരിക്കലും ഫൈറ്റ് ഒരാളെ അടിക്കുക, ഇത്രയും വലിയ ഒരു ബിഗ് ബോസിൽ മൊബൈലോ അല്ലറ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ മാത്രമാണ് അതിനുള്ളിൽ. 100 ക്യാമറകൾ, ഇതാണ് ഇതിൻ്റെ തെളിവ്. പക്ഷെ ഒരാളെ തല്ലിയാലോ ഒരാളെ വീഴ്ത്തിയാലോ അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. റോക്കിയെ പ്രവോക്ക് ചെയ്യരുതെന്ന് കണ്ടസ്റ്റന്റിനോട് എത്ര പറയണമെന്ന് നമുക്ക് അറിയാം. റോക്കി അത്തരത്തിലൊരാളാണ്. നന്നായി ഓവർ തിങ്ക് ചെയ്ത് കയ്യിൽ നിന്ന് ഒരു പൊട്ടലഞ്ഞ ഫോട്ടോ. ജാസ്മിനും ഗബ്രിയിലും ഇതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിജോ പ്രവോക്ക് കൂടി റോക്കിയോട് സംസാരിച്ചപ്പോൾ റോക്കി ഭാര്യയായി മാറി. അപ്പോൾ ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങേണ്ട അവസ്ഥയായി. ഇറങ്ങുമോ ഇല്ലയോ എന്ന് ഫിക്സ് ആയിട്ടില്ല. അത് നമുക്ക് പിന്നത്തെ എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. റോക്കി ഔട്ടാകുമോ ഇല്ലയോ? ഈ വിഷയം വളരെ കടുക്കാനുള്ള കാര്യമുണ്ടാണ്. ശനിയാഴ്ചത്തെ എപ്പിസോഡ്, അവിടെ ലാലേട്ടൻ പറഞ്ഞ ഒരു തെറ്റിദ്ധരിക്കും, ഒരു ആവശ്യമില്ലാത്ത ഒരു റോക്കിയോട് പറയാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യം. കാരണം ഇത്രയും ഈ 17 കണ്ടസ്റ്റൻസിൽ ആരുടെയെങ്കിലും നെഞ്ചത്തൊരു പരിക്ക് പറ്റിയാൽ അത് ബിഗ് ബോസ് അധികൃതർ മുഴുവൻ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആങ്കറായി വരുന്ന ആരും തല്ലിക്കോ അടിച്ചോ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ്
മത്സരാർത്ഥികളെ അതിന് സ്വാതന്ത്ര്യം കൊടുക്കരുത്. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അവർ അത് മനസ്സില്ലായ്മയോടെയും മനസ്സോടെയും അത് ചെയ്തിരിക്കും. കാരണം മനുഷ്യൻ്റെ കൺട്രോള് വിട്ടു പോകുമെന്ന് അറിയാത്തവരല്ലല്ലോ. ലാലേട്ടനോട് തന്നെ റോക്കി പറയും, എൻ്റെ കൺട്രോള് നഷ്ടപ്പെട്ടു, കൺട്രോൾ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ മനുഷ്യൻ്റെ ആ കൺട്രോൾ പോയാൽ പിന്നെ അവൻ കുറച്ച് റിലാക്സ് ആവും. പിന്നെയും അടിച്ചോ എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ അതാണ് ചെയ്യുക എന്നൊരു ഭീരുവാക്യം പറഞ്ഞാൽ, പക്ഷേ അത് തന്നെ പ്രയോഗിച്ചപ്പോൾ ഗെയിമിൽ നിന്ന് ഔട്ടാകേണ്ട സ്ട്രാറ്റജിയായി മാറി. ഇതൊരു സ്ട്രാറ്റജിയാണ്, ഇതൊരു ഗെയിമായിട്ട് മാത്രമേ പ്രേക്ഷകർ കണക്കാക്കൂ. പക്ഷേ ഒരിക്കലും തല്ലിക്കൊണ്ടുള്ള ഒരു ഗെയിം നമുക്ക് കാണേണ്ട ആവശ്യമില്ല. കാരണം പരിക്കാക്കാനാണോ ബിഗ് ബോസ് അവിടെ ഓരോ മത്സരാർത്ഥികളെയും കയറ്റിവിടുന്നത്? ഓരോ മത്സരാർത്ഥികളെയും ഒരു അപാകതയും ഇല്ലാതെ അവരുടെ ദേഹത്തൊരു പോറല് പോലും ഏൽപ്പിക്കാതെ വേണം പുറത്തേക്ക്. 100 ദിവസം നിങ്ങളുടെ എഗ്രിമെൻറ്റിലാണ്, നിങ്ങളുടെ വിശ്വാസത്തിലാണ് മത്സരാർത്ഥികൾ ആ പടിയും കയറി വരുന്നത്. അതിലാരും തെറ്റ് ചെയ്താൽ നമ്മൾ ഉത്തരവാദിയാവണം. കാരണം നമ്മളാണ് ഈ ഗെയിമിന് വേണ്ടി അവരെ വിളിപ്പിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ ബിഗ് ബോസ് എന്ന ഈ സീസൺ 6 ഇത്രയും ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ട് ചോദ്യം ചെയ്യുകയല്ല, അത് ആവർത്തിക്കാനും കൂടി സംസാരിക്കുന്ന രീതികൾ പറയാൻ പാടില്ല. ബിഗ് ബോസ് ഒരു പ്രവചനാത്മകമായ കായികമാണ്. അപ്പോൾ ആ കായികങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. ചിലപ്പോൾ രസകരമായ വാക്കുകളാവാം, ചിലപ്പോൾ പവറുള്ള വേർഡ്സുകളാവാം, ചിലപ്പോൾ പാട്ടാവാം, ഡാൻസ് ആവാം. നല്ലൊരു ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഫണ്ണിയായ മൊമെൻറ്റും നടത്താം. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷേ ഫിസിക്കൽ ചെയ്ത് ഉപദ്രവിച്ചിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രേക്ഷകർ അനുവദിക്കില്ല. കാരണം അങ്ങനെയുള്ളൊരു ഗെയിം നാളെ ഒരു വ്യക്തിക്ക് വരാൻ ഭയം, പേടി എന്ന കൂട്ടത്തിലേക്ക് മനുഷ്യൻ്റെ മൈൻഡിനെ തളർത്തിക്കളയും. ഇപ്പോൾ റോക്കിക്ക് സംഭവിച്ചതാണ്. തൻ്റെ തെറ്റ് രതീഷ് ചെയ്തതുപോലെ തിരുത്താനാവുന്നില്ല. സ്വയം ഇറങ്ങിപ്പോകേണ്ട ദാരുണമായ തോൽവി അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ആ ഹൃദയം പകർന്ന് ആ ഹൃദയത്തിൽ ചങ്കി പിടിച്ച് വരുന്ന വേദന അത് നമുക്ക് സ്വയം അറിയേണ്ടതാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 എന്നല്ല, ഏതൊരു ബിഗ് ബോസ് ആയാലും ഏതൊരു റിയാലിറ്റി ഷോ ആയാലും അക്രമ സ്വഭാവം നമ്മൾ ഒഴിവാക്കി. ഇത് പല സീസണിൽ പല ഷോസുകളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ്. പക്ഷേ ഇത്രയും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് ഇതറിഞ്ഞില്ല. ഒരാളെ പരിക്കേൽപ്പിക്കുക, ഒരാളെ ആക്രമണത്തിന് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുക, അതൊരു തെറ്റായ കാര്യമാണ്. അത് ഏതൊരു സെലിബ്രിറ്റി ആയാലും ഏതൊരു സാധാരണക്കാരനായാലും അക്രമം അഴിച്ചുവിടാൻ പാടില്ല. കാരണം ഇത് മത്സരാർത്ഥികളിൽ നിന്ന് വരുന്ന ഗെയിം സ്ട്രാറ്റജിയായി മാത്രമല്ല, ഒരു തെറ്റിദ്ധാരണയും ഒരു തെറ്റുമാണ്. കാരണം ഇതിൽ നിന്ന് പോലീസ് കേസെടുക്കാം,
അക്രമത്തിന് വേണ്ടി ബിഗ് ബോസ് നയിച്ചുവെന്ന് വിപരീതമായി കുറ്റാന്വേഷണം നടത്താം. എല്ലാം ഈ നിയമ വ്യവസ്ഥകളിൽ ഉള്ളതാണ്. ഇപ്പം ഇതിനൊക്കെ വേണ്ടിയാണ് ബിഗ് ബോസ് ചെയ്യുന്നതെന്നൊക്കെ തോന്നൽ ജനാധിപത്യത്തിനുണ്ടാകും. അതായത് ഈ ലോകം മുഴുവൻ കാണുന്ന ബിഗ് ബോസ് പ്രേക്ഷകർക്കുണ്ടാകും. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻസ് ഇല്ലാതെ മുന്നോട്ട് പോയാൽ ബിഗ് ബോസിൻ്റെ സീസൺ ഒരു ബെറ്റർ സീസണാക്കാൻ എല്ലാ സീസണിലും അടിയും പരുക്കൻ സ്വഭാവവും ഒക്കെ ഉണ്ടാവും. കയ്യാങ്കളി വെച്ച് പൊറുപ്പിച്ചോ. കയ്യാങ്കളി കളിക്കുമ്പോൾ അവിടെ തോൽക്കപ്പെടുക. നമുക്ക് 100 ദിവസം തികച്ചാൽ കപ്പൊന്നും നമുക്ക് ആവശ്യമില്ല. മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യത്വം മാത്രം പോരാ, മാനസിക പരിഗണനയും കൂടി കിട്ടണം. ഒരു തെറ്റ് ചെയ്യുമ്പോൾ 100 പേരാണ് എതിർക്കുക. അപ്പോൾ 2 തെറ്റ് ചെയ്യുമ്പോൾ 10,000 എതിർക്കും. അപ്പോൾ റോക്കിക്ക് സംഭവിക്കുന്നതും റോക്കിയുടെ തെറ്റല്ലായിരിക്കും, പക്ഷെ മറ്റൊരാൾ തല്ല് എരന്ന് വാങ്ങുന്നതിനുള്ള ശ്രമം നടത്തുന്നു. അതൊരു ഗെയിം സ്ട്രാറ്റജിയായി ഉപയോഗിക്കും. അതിന് നിന്ന് കൊടുക്കാൻ ബിഗ് ബോസും നമുക്ക് നിർത്തി. അപ്പോൾ ഒരു സേഫ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരു സെക്യൂരിറ്റി കൊടുത്തേ പറ്റും. അങ്ങനെ മാത്രമല്ല, എല്ലാവരെയും ക്യാമറ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ പോരാ, അവർക്ക് സേഫ് സോണായി നിങ്ങൾ നടത്തിയത്. എന്നാൽ ഈ ഗെയിം ഇനി എന്ത് ചെയ്യും, എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. റോക്കിയുടെ കേസ് ഗെയിം ഔട്ടായാൽ പകരം ഒരാളെ കൊണ്ടുവരും, ഉറപ്പില്ല. അവിടെ തന്നെ പകുതി ഗെയിമിൻ്റെ സ്ട്രാറ്റജി പൊളിഞ്ഞു. ഇനി വരാനിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഇതിനും ഭീകരന്മാരും അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷൻ വരുന്നവരും ഒരു ഗെയിം സ്പിരിറ്റ് ഇല്ലാത്തവരുമായിരിക്കാം. നമ്മൾ കാണുമ്പോൾ നല്ലതെന്ന് തോന്നും. പിന്നെ തിരിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ വിളിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നും. അപ്പോൾ ഇത്രയും എപ്പിസോഡ് എത്തുമ്പോഴേക്കും ഇത്തരത്തിലുള്ളൊരു ഫൈറ്റ് നടക്കുമ്പോൾ അതിനൊരിക്കലും നമ്മളായി കൂട്ടുനിൽക്കുക അതൊരു തെറ്റാണ്. അത് തെറ്റ് തന്നെയാണ്. ഇതിന് ബിഗ് ബോസിന് തീരുമാനിക്കാം റോക്കിയെ പുറത്താക്കണോ വേണ്ടത്. ഇത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതല്ല, ഇത് നിങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആ ഭാഗത്ത് തെറ്റ് തിരുത്തി ഇത് പോലീസോ നിയമമോ ഏൽപ്പിക്കാതെ നിങ്ങൾ തിരുത്തി നിങ്ങളായി ഒഴിവാക്കേണ്ട തെറ്റാണ്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടില്ല. ഇനിയും ഈ സീസണിൽ ഇത് തുടരരുത്. ഇത് ഇവിടെ നിന്ന് അവസാനിച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം റോക്കി എന്ന വ്യക്തി റോക്കി ബായ് ആകാൻ ശ്രമിച്ചത് ഇത് സിനിമയല്ല ജീവിതമാണെന്നത് തിരിച്ചറിയും. അപ്പോൾ അതാണ് റോക്കിക്ക് പറ്റിയത്. എവിടെയും ഒരു വ്യക്തിയും ആർക്കും ഉപയോഗിക്കാനുള്ള റൈറ്റ്സ്, ആണായാലും പെണ്ണായാലും തല്ലാനുള്ള റൈറ്റ്സ് ഈ നിയമം കൊടുത്തു. അപ്പോൾ തല്ലിയാലുള്ള ശിക്ഷ എത്രയായിരിക്കും അതറിയുന്നവർക്ക് അതിൻ്റെ എല്ലാ മൊമെൻറ്റ്സും അറിയാൻ പറ്റും. അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ 6 ഇനി എന്താകും, റോക്കി ബായ് പോകുമോ എന്തോ എന്നറിയില്ല. ബാക്കി കാര്യങ്ങളായി ബാക്കി വിഷയങ്ങളും
പൂർണ്ണതയിലെത്തിക്കാം. ബിഗ് ബോസ് സീസണിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമ്മൾ വീണ്ടും വരാം.